വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വികസന പദ്ധതികൾ വിലയിരുത്തുന്നതിനാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്റ്റേഷൻ സന്ദർശിച്ചത്. പാലക്കാട്ട് നിന്ന് പ്രത്യേക ട്രെയിനിലെത്തിയ സംഘം അങ്ങാടിപ്പുറത്താണ് ആദ്യം പരിശോധന നടത്തിയത്. വലമ്പൂർ ഏഴുകണ്ടിപ്പാലമാണ് പ്രധാന പദ്ധതി. അതിന് അനുമതിയായിട്ടുണ്ട്. അങ്ങാടിപ്പുറത്ത് 13,76,00,000 രൂപ ചെലവിട്ട് നടക്കുന്ന നവീകരണ പ്രവൃത്തികളുടെ ശിലാഫലക അനാച്ഛാദനം കഴിഞ്ഞ ഫെബ്രുവരി 26-ന് MP അബ്ദുസ്സമദ് സമദാനി MP നിർവഹിച്ചിരുന്നു. പുതിയ കാത്തിരിപ്പ് കേന്ദ്രം, പ്ലാറ്റ്ഫോം, ഷെൽട്ടറുകൾ, പ്ലാറ്റ്ഫോമുകളുടെ റീസർഫേസിംഗ്, പാർക്കിംഗ് ഏരിയ നിർമ്മാണം, ടോയ്ലറ്റ് ബ്ലോക്ക്, ഫുട് ഓവർ ബ്രിഡ്ജ് എന്നിവയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ യാഥാർത്ഥ്യമാക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഫ്രണ്ട് ഏരിയ, സർക്കുലേറ്റിംഗ് ഏരിയ എന്നിവ ഡിസംബറിൽ പൂർത്തിയാക്കണം. 1-2 പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള മേൽക്കൂര നിർമ്മാണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ ക്രോസിംഗ് സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം. പഴയ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലെ ഭാഗം പൊളിച്ചുമാറ്റി പുതുതായി പ്രവൃത്തി നടക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്നുമുണ്ട്. നിലവിലെ 2 പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ മൂന്നാമത് ഒന്നുകൂടി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന FCI ഗോഡൌണിലേക്ക് ചരക്കെത്തുന്നതിന് ഇത് കൂടുതൽ സൗകര്യപ്രദമാകും. വൈദ്യുതീകരണവും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. സെപ്റ്റംബർ 1-ന് റെയിൽവേ ഡിവിഷൻ ADRM അങ്ങാടിപ്പുറത്ത് സന്ദർശനം നടത്തിയിരുന്നു. ARDM ജയകൃഷ്ണൻ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീകുമാർ, ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ് കൊളത്തിക്കൽ, സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ കോർഡിനേഷൻ മുഹമ്മദ് ഇസ്ലാം, ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ ഗോപു ഉണ്ണിത്താൻ, ഡിവിഷൻ എഞ്ചിനീയർ ഈസ്റ്റ് അൻഷുൽ ഭാരതി തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. തുടർന്ന് ഒറ്റപ്പാലം, ഷൊർണൂർ സ്റ്റേഷനുകളിലെ പ്രവൃത്തികളും സംഘം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.